ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ഇന്ത്യ ലെവലിൽ അയക്കാൻ പറ്റിയ ഒരു പോസ്റ്റിനെ കുറിച്ചാണ്, ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, കാരണം ഇത് നിങ്ങൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് അതെടുത്ത് എന്ത് ചെയ്യുക, വായിച്ചു നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ്, ഒരു സാധനമാണ്. കൂടുതൽ കഴിഞ്ഞ വീഡിയോസിനെ പോലെ കൂടുതൽ വിശദീകരിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിമാചൽ പ്രദേശ് രാജ്യ ചയൻ ആയോഗ് എന്നാണ് HPRCA എന്ന് പറയുന്ന സ്ഥാപനം. ഓക്കെ, ഹിമാചൽ പ്രദേശ് രാജ്യ ചയൻ ആയോഗ്. ജസ്റ്റ് HPCR എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ HPCRA എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. HPCRA.HB.gov.in എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെ രേഖപ്പെടുത്തുക, സംശയങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. വിളിക്കുവാൻ സാഹചര്യമുള്ളവർ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഇതിനെ തുടർന്ന് തന്നെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഇതേപോലുള്ള ടീച്ചിങ് വേക്കൻസി അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് TGT ആപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, TGT പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസാണ് വിളിച്ചിരിക്കുന്നത്. ഇതില് നിങ്ങൾ അറിയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വിചാരിക്കും ഹിമാചൽ പ്രദേശിൽ വിളിക്കുമ്പം അവിടത്തെ ടെറ്റ് വേണമോ? വേണ്ട, ഏത് സംസ്ഥാനത്തിലെയും ഓൾ സ്റ്റേറ്റ് ടെറ്റ് അക്സെപ്റ്റഡ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതൊക്കെ നോട്ടിഫിക്കേഷനുണ്ട്. അപ്പൊ നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം ആദ്യം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കുന്ന നോട്ടിഫിക്കേഷൻ. ആ വെബ്സൈറ്റിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ 27/5/2025 1/2025 അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ഡൗൺലോഡ് എടുത്താൽ മതി. ഓക്കെ, ഇതാണ് ആ അഡ്രസ് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മീൻസ് ഇതൊക്കെ നോക്കാൻ പറ്റുന്ന അഡ്രസ് ഇതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കാന്നുള്ള കാര്യം മെയ് 30 മുതൽ 3/7/2025, അതായത് 7ാം മാസം വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 7ാം മാസം വരെ അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈൻ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പം ഇതിലെ TGT മാത്രമാണ് കേട്ടോ, ഒരു കാര്യം ആലോചിക്കുക, TGT മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ടെറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ CTET ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആർട്സ് ആണ്. ഓക്കെ, അതില് എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടോട്ടല് 425 വേക്കൻസിയാണ്. അത് ഓരോ കാറ്റഗറീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജനറൽ എത്ര, EWS എത്ര, ഈ ജനറൽ, അതായത് അവിടെ ഉള്ളത് പുറത്തുള്ളത്, പിന്നെ SC ST ഒക്കെ വരുമ്പോഴത്തേക്ക് SC ST ഡിഫറെന്റ് കാറ്റഗറീസ് അതാ വെബ്സൈറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതായത് കൂട്ടിച്ചേർക്കപ്പെട്ട ജാതികൾ, ഒഴിവാക്കപ്പെട്ട ജാതികൾ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതിലാണ് നിങ്ങൾ വരുന്നത് നോക്കിയിട്ട് അത് കറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ നോൺ മെഡിക്കൽ ട്രെയിനി ആസ് എ ട്രെയിനി ആയിട്ട് 343 വേക്കൻസി. അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മെഡിക്കൽ ആസ് എ ട്രെയിനി 169 വേക്കൻസി. അതില് ആർട്സിന്റെ ക്വാളിഫിക്കേഷൻ BA or BCom, പോസ്റ്റ് ഗ്രാജുവേഷൻ, മാസ്റ്റർ ഇൻ എനി ഡിസിപ്ലിൻ പ്രൊവൈഡഡ്. പിന്നെ അല്ലെങ്കിൽ 50% മാർക്കാണ് പറയുന്നത്, ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റർ, ഓർ പിന്നെ ഡിഗ്രി മതി, ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ടെറ്റ് ഓർ പിന്നെ ഓൾ ഇന്ത്യയിലുള്ള CTET പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പാസ്സായിരിക്കണം എന്നുള്ളതാണ്. PG ഓർ
B.Ed ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ നമ്മളെല്ലാത്തിലും കാണുന്നത് പോലെ തന്നെ റിലാക്സേഷൻസ് ഉണ്ട്. PH-നും OBC-ക്കും SC-ക്കും ST-ക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പെർസെൻറ്റേജ്, മാർക്കിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ നോൺ മെഡിക്കൽ ട്രെയിൻ എന്താണെന്ന് നോക്കാം. BSc പോസ്റ്റ് ഗ്രാജുവേഷൻ MSc സയൻസ് ഡിസിപ്ലിൻ പ്രൊവൈഡഡ് കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ് ദ ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ BSc നോൺ മെഡിക്കൽ ഫോർ റെക്കഗ്നൈസ്ഡ് ലിസ്റ്റ്. BSc നോൺ മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 1 ഇയർ ബാച്ചുലർ എഡ്യൂക്കേഷൻ, അതിന്റെ B.Ed, MSc ഇൻ എനി സയൻസ് ഡിസിപ്ലിൻ. അതായത് നോൺ മെഡിക്കൽ എന്ന് പറയുന്നത് നിങ്ങള് എന്താ പറയാ, PG ഏത് സെക്ഷനിൽ, അതായത് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏതും നോൺ മെഡിക്കൽ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ MSc in any science discipline provided that a candidate should have passed their graduation degree in BSc non-medical with a minimum 55% marks and 3-year integrated B.Ed. അത് PG ഉള്ളവർക്കും ഇന്റഗ്രേറ്റഡിലേക്ക് അല്ലാതെയുള്ള B.Ed. ഒരുപാട് എക്സെപ്ഷൻസ് താഴായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ BSc നോൺ മെഡിക്കല്, BSc ആണെങ്കിൽ ഡിഗ്രി ഉള്ളെങ്കിൽ 50%, PG ആണെങ്കിൽ 55%, പിന്നെ അതിന്റെ B.Ed, അതായത് സയൻസ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, സയൻസ് ഡിഗ്രി, അതാണ് നോൺ മെഡിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മെഡിക്കൽ എന്നുള്ളത് BSc മെഡിക്കൽ പോസ്റ്റ് MSc in science in any science discipline provided that candidate should pass their graduation degree in BSc medical from recognized university with at least 50% marks in ഓക്കെ. അപ്പം അതും സയൻസ് ഗ്രാജുവേഷൻ തന്നെയാണ്. അപ്പൊ ഇതിൽ കൂടുതലും സയൻസും ആർട്സും, ആർട്സ് ഏത് ഡിസിപ്ലിനായാലും കുഴപ്പമില്ല, സയൻസ് ഏത് ഡിസിപ്ലിനായാലും കുഴപ്പമില്ല. മെജോറിറ്റി ഇത് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കാനുള്ളത്, PG ഉള്ളവർക്ക് ഏറ്റവും ഗുണം ചെയ്യും. PG ആണ് അവർ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് പറയുന്നതെങ്കിലും PG ഉള്ളവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഈ HP വിളിച്ചിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വീഡിയോ ലെങ്ത് കൂട്ടിട്ടാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ എക്സാമിന്റെ കാര്യങ്ങളെ പറ്റി അവർ പറയുന്നത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്ക്രീനിങ് ടെസ്റ്റ് കൺസിസ്റ്റിംഗ് 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഹാഫ് മാർക്ക് പെർ ക്വസ്റ്റ്യൻ ഫ്രം സബ്ജക്ട്സ്, field of consent prescribed essential qualification, the R&P rules notified the advertisement. അത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ സയൻസ് ഇൻക്ലൂഡിംഗ് ജനറൽ നോളജ് ഓഫ് ഹിമാചൽ പ്രദേശിന്റെ ആണ് കേട്ടോ. ജനറൽ നോളജ്, നോർമൽ ജനറൽ നോളജ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും. പിന്നെ കറണ്ട് അഫയേഴ്സ്, എവരിഡേ സയൻസ്, ലോജിക്, സോഷ്യൽ സയൻസ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി ഓഫ് മെട്രിക് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ് വരെയുള്ള ഹിന്ദിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് 60 ക്വസ്റ്റ്യൻസ്, 140 എണ്ണം നമ്മുടെ സബ്ജക്ട് വൈസും, 140 ചോദ്യങ്ങൾ 140, 140 ചോദ്യങ്ങൾ സബ്ജക്ട് വൈസും, 140 എണ്ണം സബ്ജക്ട് വൈസും, 60 ക്വസ്റ്റ്യൻസ് ജനറലുമാണ്. ജനറൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, HP ഹിമാചൽ പ്രദേശിന്റെ GK ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ 10th വരെയുള്ള മീൻസ് ഹിന്ദി ജസ്റ്റ് അറിഞ്ഞിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം പഠിച്ചാൽ ഹിന്ദി അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് പാസ്സായി പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ്, ഹിന്ദിയിൽ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാലും. പിന്നെ അയക്കേണ്ട ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും, ഫോട്ടോയുടെ സൈസ് കാര്യങ്ങള്, സിഗ്നേച്ചറിന്റെ സൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം 3/7/2025 മുമ്പ് ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ ഫീസ് സ്ട്രക്ചർ പറയുന്നത്, അയക്കാനുള്ള ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് എക്സാമിന്റെ ഒരുപാട് രീതികൾ, എക്സാമിന്റെ ആ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ മുകളിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ, വായിച്ചെടുത്തോളണം.
General category EWs, ex-service of HP, relieved from defense service of their own request before completion of normal tenure, physically handicapped, deaf, ward of freedom fighter, ward of ex-servicemen, അവരുടെ ഫീസ് നോർമൽ 400 rupees ആണ്. General BPL of HP, SC of HP, ST of HP, OBC of HP, including SC, ST, OBC, ex-service of HP, HP, ex-service HP, എല്ലാ HP ആണ്. അവർക്ക് 325. അപ്പൊ നമുക്ക് നോർമലായിട്ട് അതർ സ്റ്റേറ്റുകാർക്ക് നോർമലായിട്ട് 400 തന്നെ വരും കേട്ടോ. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതർ സ്റ്റേറ്റുകാർ റിസർവേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞാലും മിക്കവാറും ഒരു ജനറൽ കാറ്റഗറിയിലെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് അവരതിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ 400 rupees ആണ് ഫീ എന്ന് പറയുന്നത്. പിന്നെ മോഡ് ഓഫ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സൈറ്റിൽ അവരുടെ പ്രാക്ടീസ് സെന്ററും അതിന്റെ CBT എക്സാം പാറ്റേൺ, അതിന്റെ ഓൺലൈൻ പ്രാക്ടീസ്, മോഡൽ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അവരോട് കൊടുത്തിട്ട് നോക്കി നമുക്ക് പരിശീലിക്കാവുന്നതാണെന്ന് പരിശീലിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയേണ്ടത് പരീക്ഷ മീൻസ് ഇതും CBT തന്നെയാണ്. പരീക്ഷ എന്ന് പറയുന്നത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ആൻസർ കീ വായിക്കുന്നതിന് ഫീസ് അടച്ച ആൻസർ കീ ഒക്കെ വായിക്കാം. നമുക്ക് അങ്ങനെയുള്ള അതിപ്പം എല്ലാ എക്സാമിനും അങ്ങനെ ഉണ്ടല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ നോർമലായിട്ടുള്ള നോർമൽ ഇൻസ്ട്രക്ഷൻസും റെഗുലേഷൻസും കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് PG ഉള്ളവരും BEd ഉള്ളവരും ടെറ്റ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഡിഗ്രി BEd ടെറ്റ് ഉള്ളവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ഓക്കെ, ഓൾ ഇന്ത്യ ലെവലിലാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. HP മാത്രമല്ല, ഹിമാചൽ പ്രദേശ് മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ HP-യുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ HPRCA എന്ന് പറയുന്നതിന്റെ സൈറ്റിൽ കയറി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ലേ, ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഇവിടെ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ ആ ഡേറ്റുള്ള നോട്ടിഫിക്കേഷൻ 21/2025 എന്നുള്ള നോട്ടിഫിക്കേഷൻ നോക്കി, അതായത് ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയത് എന്നിട്ട് അപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ ഈ വെബ്സൈറ്റിൽ തന്നെ അപ്ലൈ ലോഗിൻ പറഞ്ഞുള്ള ഒരു ഇത് കണ്ടല്ലോ, ഒരു കോളം കണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഓക്കെ, ഇതില് നിങ്ങൾ ലോഗിൻ മീൻസ് സൈൻ അപ്പ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോകും. ബാക്കിയുള്ള നിങ്ങളുടെ ഡേറ്റാസ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ പ്രോസസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഇനി ഒന്നും കൂടി പറയുന്നില്ല, നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന്, എല്ലാവർക്കും ആപ്റ്റ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ഏകദേശം 1000-ഓളം വേക്കൻസികളുണ്ട്. ഓക്കെ, സയൻസ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ആർട്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള, അതായത് ഈ ഒരു പോസ്റ്റിന്റെ അപ്ഡേഷൻസ്, അതുപോലെ AWESന്റെ അപ്ഡേഷൻസ്, അതുപോലെ ഇതിനു മുമ്പേ ബംഗാളിൽ ടീച്ചേഴ്സിന്റെ വേക്കൻസിയെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു, അതിന്റെ അപ്ഡേഷൻസ്. ഓക്കെ, ഈ 3 അപ്ഡേഷൻസും, അതായത് അതിന്റെ എക്സാം പാറ്റേൺസ്, സിലബസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇനി ഹിന്ദി അതിലുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. ഓക്കെ, അതുപോലെ തന്നെ KVSന്റെ അപ്ഡേഷൻ, CTETന്റെ അപ്ഡേഷൻസ്, RRB ടീച്ചർ എക്സാമിന്റെ അപ്ഡേഷൻസ്, ഇതെല്ലാം ഉടൻ തന്നെ ഇതിന് പിറകെ ഡൽഹി ഐറിഷ് സ്കൂൾ ടീച്ചേഴ്സിന്റെ വേക്കൻസി അപ്ഡേഷൻസ്, അങ്ങനെ ഒത്തിരി CGL, അതുപോലെ തന്നെ UPSCയുടെ വേക്കൻസിന്റെ അപ്ഡേഷൻസ് എല്ലാം ഇതിനെ തുടർന്ന് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും സ്റ്റെപ്പ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.